എൻ്റെ നല്ലയമ്മ. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന പ്രാർത്ഥന ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ബാല്യകാലം. അനുദിനം ജപമാല ചൊല്ലി പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളർന്നു വന്ന ജീവിതം. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സ്നേഹവും കരുണയും അനുഭവിച്ചറിഞ്ഞ നിരവധി ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോവുകയാണ് അടിമാലി ആനവിലാസമിടവക മാണികുളം ഷൈജു വർഗീസ്. എൻ്റെ ജീവിതത്തിൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട കാര്യങ്ങൾ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് മാതാവിനെ എനിക്ക് പരിപാടിച്ച് തന്നത് ഞാൻ ആദികുർബാന സ്വീകരണത്തിൻ്റെ സമയത്ത് എന്നെ ആദികുർബാന സ്വീകരണത്തിന് ഒരുക്കിയ സിസ്റ്ററാണ്. സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോനെ നീ എന്നാ വിഷമം വന്നാലും എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ നീ ഉറക്കെ പ്രാർത്ഥിച്ചോണമെന്ന് പറഞ്ഞു. എന്നിട്ട് സിസ്റ്റർ എനിക്കൊരു മാതാവിൻ്റെ നല്ലൊരു പടം തന്നിട്ട് പറഞ്ഞു, നിനക്ക് വിഷമം വരുമ്പം നീ മാതാവിൻ്റെ പടം എടുത്ത് വെച്ചിട്ട് എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാനത് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എവിടെ പോയാലും ഈ മാതാവിൻ്റെ പടം കൊണ്ട് നടക്കും. എൻ്റെ വീടൊരു ഒറ്റപ്പെട്ട സ്ഥലത്തായിരുന്നുകൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് മാതാവിൻ്റെ പടം എടുത്ത്, ചെറിയൊരു പടമാണ്, കടലാസിലുള്ള പടമാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ കസേരയിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ അമ്മയെ എൻ്റെ ആശ്രയമേ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അനങ്ങാവോ എന്നൊക്കെ ചോദിച്ചാൽ അന്ന് കുഞ്ഞിലെ ഉള്ള ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൽ അതിശക്തമായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പഠിക്കുന്ന സമയമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരുമ്പോൾ ഈ പടം എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. കുറേ നാൾ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രാർത്ഥനയൊക്കെ ഉണ്ട്, പക്ഷേ വലിയ പ്രാർത്ഥനയൊന്നും ഇല്ലാത്തൊരവസ്ഥ ഞാനിങ്ങനെ ജീവിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു ദിവസം ജീസസ് യൂത്തിലെ കുറച്ച് കൂട്ടുകാരന്മാർ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീയും ഒരു കൂട്ടായ്മയ്ക്ക് വരണം. ഞാനങ്ങനെ കുമളി ഏഞ്ചൽ വാലിയിൽ അന്ന് ഒരു സബ്സോൺ ഫസ്റ്റ് ലൈൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നെ വിളിച്ചുകൊണ്ട് പോയി. ഞാനവിടെ ചെന്നപ്പോൾ കണ്ടത് ഇങ്ങനെയാണ്, അവിടെയുള്ള എല്ലാവരും കൂടി ജപമാലയല്ലി പ്രാർത്ഥിക്കുകയാണ്. കൈയൊക്കെ വിരിച്ചു പിടിച്ച് എല്ലാവരും കൂടി ഇരുന്ന് മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുക. അതൊരു നിയമം പോലെ എല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല, എന്തിനാണ് ഇങ്ങനെ ഇത്രയും കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ അവർ വളരെ നിർബന്ധപൂർവ്വം ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിച്ചു. അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോന്നു. പക്ഷേ അന്ന് എനിക്കെന്തോ ഒരു നന്നായിട്ട് തോന്നി, പ്രാർത്ഥിക്കണമെന്ന് തോന്നി. പിന്നെ പിറ്റേ മാസം അവരെന്നെ കൃത്യമായിട്ട് വിളിച്ചു. അന്ന് തലേദിവസം തന്നെ എന്നെ വിളിച്ചു, 2ാം ശനിയാഴ്ചയുടെ തലേദിവസം തന്നെ എന്നെ വിളിച്ച് അവരെല്ലാവരും കൂടി വൈകുന്നേരം ഇരുന്ന് അവിടെ മിറ്റിലിൻ്റെ മുകളിൽ ഇരുന്ന് ജപമാലയില്ല ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് അവരെല്ലാം കൂടെ ഒരു പ്രാർത്ഥന അനുഭവം എനിക്ക് തന്നു. അത് കുറേ പിന്നെ പിറ്റേ പ്രാവശ്യം എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത് എത്ര ജപമാല ചൊല്ലിയെന്നാണ് ആദ്യം എന്നോട് ചോദിക്കാൻ തുടങ്ങുന്നത്. അത് ഷെയർ ചെയ്യും. പിന്നെ പിറ്റേ മാസം ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പറയാൻ മാത്രമില്ല, ബാക്കി എല്ലാവരും മുഴുവൻ കൊന്ത ചൊല്ലി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മാത്രം ജപമാല ചൊല്ലിയിട്ടില്ല എന്ന് പറയേണ്ട ഒരു സങ്കടം വന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ എനിക്ക് കുറേ ജപമാല ഇടണം. അങ്ങനെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ കൊന്ത എല്ലാ ദിവസവും ചെല്ലാൻ തുടങ്ങിയത്. അങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അത് മാതാവുമായിട്ട് എന്നെ ഒത്തിരിയേറെ അടുപ്പിച്ചു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞിങ്ങനെ കുമളി ഏഞ്ചൽ വാലിയിൽ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കൂടാതെ അവിടെ ധ്യാനകേന്ദ്രത്തിൽ വൈകുന്നേരങ്ങളിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ രാത്രി പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി ഇങ്ങനെ വൈകുന്നേരം അവിടുത്തെ ധ്യാനകേന്ദ്രത്തിലെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വൈകിട്ട് നറുക്കിടും. രാത്രിയിൽ എത്ര നേരം ദിവികാഠത്തിന് മുമ്പ് ഇരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊരു കുറിയിട്ട് തീരുമാനിക്കും. ഓരോരുത്തർക്ക് ഓരോ സമയം എന്നിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ദിവസം എനിക്ക് 3 മണി സമയം പ്രാർത്ഥിക്കാൻ പറ്റി. അന്ന് ഞാൻ മാതാവിൻ്റെ മുമ്പിലിരുന്ന്, പ്രത്യേകിച്ച് വേറെ ആരുമില്ല, ദിവികാരനെ എടുത്ത് വെച്ചിട്ടുണ്ട്, സൈഡിലൊരു മാതാവിൻ്റെ മനോഹരമായ രൂപമുണ്ട്. ഞാനവിടെ നിന്ന് ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാമെന്നും അറിയത്തില്ല, ജപമാല മാത്രം ചെല്ലാൻ അറിയാം. ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വലസൈഡ് ഇരിക്കുന്ന മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസം. അപ്പോൾ ഞാൻ ഓർത്ത് സത്യത്തിൽ ഞാൻ ഉറങ്ങിപ്പോയോ, എന്തു പറ്റുന്നോർത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഇങ്ങനെ പാല് താഴേക്ക് ഒഴുകി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനവിടെ പെട്ടെന്ന് ഭയന്നു പോയി. ഞാൻ ഉറക്കം നിലവിളിച്ചു. അപ്പോൾ ആൾക്കാർ അവിടെയുള്ള എല്ലാവരും കൂടി ഓടി വന്നു. അപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഇങ്ങനെ പാലൊഴുകുന്ന ഒരു അനുഭവം അവിടെ വന്നു. അപ്പോൾ അന്ന് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു, ഇതെങ്ങനെയാണ് ഇതൊക്കെ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ ശക്തമായിട്ട് വന്നു. അപ്പോൾ ഞാനിതിങ്ങനെ വീണ്ടും എനിക്ക് മനസ്സിലായി, മാതാവ് ഉണ്ട്, നമ്മളെ ജീവിതത്തിൽ മാതാവ് സഹായിക്കുന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. പിന്നീട് ജീസസ് യൂത്തുകാരെല്ലാവരും കൂടി അന്ന് ജൂനിയർ ഇവാഞ്ചലൈസേഷൻ ട്രെയിനിങ് ടീം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ജീസസ് യൂത്തിൽ നടക്കുന്നുണ്ട്. ട്രെയിനിങ് 1 വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കൊണ്ടുപോയി. അതിനകത്ത് ആദ്യത്തെ പ്രാവശ്യം ട്രെയിനിങ്ങിൻ്റെ സമയത്ത് ജപമാലയെക്കുറിച്ചുള്ളൊരു സെഷൻ ഉച്ചയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഇത് വലിയൊരു ഗ്രൗണ്ടിൽ ഞങ്ങളെല്ലാവരും ഒരു 40 പേരോളം ഉണ്ടായിരുന്നു. 40 പേരെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു ഗ്രൗണ്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ആ ചേട്ടൻ ജപമാലയെക്കുറിച്ച് നന്നായിട്ട് ക്ലാസ് എടുത്തു തന്നു. ക്ലാസ് എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും മുട്ടിന്മേൽ നിന്ന് ജപമാല ഇടണം. അങ്ങനെ ഒരു നട്ടുച്ചയ്ക്ക് മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുമ്പിൽ മിറ്റിലിൻ്റെ മുകളിൽ ഞങ്ങളെല്ലാവരും ഈ കൈ വിരിച്ച് പിടിച്ച് ജപമാല ഇല്ലുകയാണ്. ചേട്ടൻ നന്നായിട്ട് ലീഡ് ചെയ്തു. ഞങ്ങൾക്കൊരു വലിയൊരു അനുഭവമായി. അവസാനം ഞങ്ങൾക്ക് 40 പേർക്കും വലിയ ഒരു സുഗന്ധ അഭിഷേകം അന്ന് അവിടെ ഫീൽ ചെയ്തു.
അപ്പോൾ എനിക്ക് അങ്ങനെ മാതാവിനോട് വലിയ സ്നേഹമായി, മാതാവിനോട് ഭയങ്കര ഒരു ഇഷ്ടവും സ്നേഹവും എല്ലാം തുടങ്ങി. അങ്ങനെ ഞാൻ ജപമാല എല്ലാനായിട്ട് തുടങ്ങി. ജപമാല ചൊല്ലി അങ്ങനെ ഒരു പ്രാർത്ഥന അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. നന്നായിട്ട് ജപമാല എല്ലാം പഠിച്ചു. അങ്ങനെ ആ പ്രാർത്ഥനാ ശൈലി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങോട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തുടങ്ങി. കുറേ നാളുകൾ കഴിഞ്ഞപ്പം ഞാനിങ്ങനെ വ്യക്തിപരമായിട്ട് കൂടുതൽ ജപമാല എല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആരംഭിച്ചു. അങ്ങനെ ആ ഒരു അനുഭവമാണ് എന്നെ ജപമാലയിലേക്ക് ഏറ്റവും അധികം അടുപ്പിച്ചത്. ഷൈജുവിൻ്റെ ജീവിതം പരിശുദ്ധ അമ്മ നയിക്കുകയായിരുന്നു. ദൈവഹിതത്തോട് ചേർന്ന് ജീവിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എപ്രകാരമായിരുന്നുവെന്ന് ഇദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നു. ഞാനങ്ങനെ ജപമാലയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അതിനിടയ്ക്ക് കുളത്തോയിൽ പോയി ധ്യാനം കൂടി. ധ്യാനത്തിൻ്റെ സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഒരു സ്വരം കേൾക്കാനുണ്ട്, മോനെ എന്നുള്ള വിളിയും പിന്നെ ചെറിയ ദർശനങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങി. അതിൻ്റെ അവസാന ദിവസം മാതാവ് എന്നോട് പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു, നിനക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കുറേയേറെ കാര്യങ്ങൾ പെട്ടെന്ന് സംഭവിച്ചു. ഗൾഫിലേക്ക് ജോലിക്ക് പോകാനായിട്ട് പെട്ടെന്ന് ഒരു ജോലി ഓഫറെല്ലാം വന്നു. അപ്പോൾ എൻ്റെ എൽഡർ എന്നോട് പ്രാർത്ഥിച്ചിട്ട് ധൈര്യമായിട്ട് പോകും, അത് ദൈവഹിതമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പോകാനായിട്ടെല്ലാം അറേഞ്ചായി പെട്ടെന്ന് ഗൾഫിലേക്ക് ജോലിക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു 2 മണി വരെ ജോലി, അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കണം, ജീസസ് യൂത്ത് കാര്യങ്ങൾ ചെയ്യണം, വിശുദ്ധ കുർബാനയ്ക്ക് പോകണം, ഇങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ പോകാനുള്ള സാധ്യതകളില്ല, വണ്ടി സൗകര്യങ്ങളില്ല. അവിടെ ആകെ ഒരു പള്ളിയേ ഉള്ളൂ. അവിടുത്തെ കുർബാനയുടെ സമയം എൻ്റെ ജോലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ വലിയ വിഷമമായി. കുറേ നാളങ്ങനെ ജോലി ചെയ്തു. അവിടെ പരിശുദ്ധാത്മാവിനെ നയിക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് മുഴുവൻ കൊന്ത. പിന്നെ എൻ്റെ ജീവിതവും പ്രാർത്ഥനയും എന്ന് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉള്ളിലുണ്ട്. അതുകൂടെ കൂട്ടി ജപമാലയെല്ലാം തുടങ്ങി. അപ്പോൾ മാതാവുമായിട്ട് വലിയ ഒരു സ്നേഹമായി. അങ്ങനെ ഞാനൊരു നമ്മുടെ ദുഃഖ വെള്ളിയാഴ്ച ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ദുഃഖ വെള്ളിയാഴ്ച എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അങ്ങനെ ദുഃഖ വെള്ളിയാഴ്ച അന്ന് രാവിലെ തന്നെ അവധിക്കൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് അന്ന് ജോലി വന്നു. അവിടെ പോകാൻ പറ്റിയില്ല, വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ഒരു ഉച്ചയായപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് റൂമിൽ വന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നതിനകത്ത് യാതൊരു കാര്യമില്ല, കാരണം വിശുദ്ധ കുർബാനയില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഇനി മുന്നോട്ട് പോകുന്ന കാര്യമില്ല. 2 വർഷം എഗ്രിമെൻറ്റ് ചെയ്താണ് ജോലിക്ക് പോയേക്കുന്നത്, അതുകൊണ്ട് തിരിച്ചു വരാനും പറ്റുന്നില്ല. അങ്ങനെ വലിയ വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുമ്പോൾ എപ്പോഴും ഉള്ള ജപമാലയും എൻ്റെ ഒരു വിശുദ്ധ ബൈബിളും ഒരു ബെനഡിക്റ്റും കുരിശുമുണ്ട്. ഇത് 3 എടുത്ത് ഞാൻ എൻ്റെ തലയണക്കീഴിലൊക്കെ പാത്തു വെച്ചിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്ന ഒരു അറബിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ആരും അറിയാതെ ഇതിങ്ങനെ വളരെ സൂക്ഷിച്ച് രാത്രിയിലൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അല്ലെങ്കിൽ രാവിലെ അവരെഴുന്നേൽക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. പക്ഷേ ഞാൻ അന്ന് തീരുമാനിച്ചു ഇങ്ങനെ ജീവിക്കുന്ന ഇപ്പം കുറേ സമയം അങ്ങ് പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ എൻ്റെ മുറിയിൽ ഇരുന്ന് എൻ്റെ ബെൻഡിക്റ്റും ക്രൂസും ബൈബിളും ഈ ജപമാല എടുത്ത് മുട്ട നിന്ന് ഇങ്ങനെ വലിയ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ഓരോ നന്മ നിറഞ്ഞ മറിയുമേയും പ്രാർത്ഥിക്കുമ്പോൾ കരയാൻ തുടങ്ങി. അങ്ങനെ ഏതാണ്ടൊരു മുഴുവൻ കൊന്തയാകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. വലിയ സുഗന്ധാഭിഷേകവും മോനെ എന്നുള്ള വിളിയുമൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് വിശുദ്ധ കുർബാനയില്ല, ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം. ഇങ്ങനെ എന്ന് കരഞ്ഞു പ്രാർത്ഥിക്കാൻ തുടങ്ങുന്ന സമയത്ത് എനിക്കിന്നും എൻ്റെ ജീവിതത്തിൽ മനസ്സിലാകാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ കണ്ണു തുറന്നിങ്ങനെ നോക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ എൻ്റെ അടുക്കലേക്ക് വരുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ്. ഞാൻ നോക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ വലിയൊരു തിരുവോസ്തി. ഞാനത് ഒരു ദർശനമാണോ അതോ നേരിട്ടുള്ള കാഴ്ചയാണോ ഇന്നും എനിക്കറിയില്ലാത്ത ഒരു കാര്യമാണ്. കുറേ സമയം കഴിഞ്ഞു മാതാവ് അടുത്തടുത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ബോധമെല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ താഴെ വീണു. കുറേ സമയം കഴിഞ്ഞ് ഞാൻ ബോധം വീഴുന്നത് അവിടുത്തെ അറബി വന്ന് എന്നെ ഇങ്ങനെ തട്ടി വിളിക്കുകയാണ്. മോനെ എഴുന്നേക്കാൻ പറഞ്ഞ് എഴുന്നേപ്പിച്ചിരുത്തിയിട്ട് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു വലിയ മുസ്ലിംസ് പ്രാർത്ഥിക്കുന്ന ഒരു നിസ്കാര പായും ഒരു തൊപ്പിയും എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് വെച്ച് വേണം പ്രാർത്ഥിക്കാൻ, നീ പ്രാർത്ഥിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അന്ന് മുതൽ എനിക്കവിടെ ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരവസ്ഥ കർത്താവ് എനിക്ക് തന്നു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്ക് ഇനി വിശുദ്ധ കുർബാനയില്ലാതെ ഒരു ജീവിതം വേണ്ട, എങ്ങനെയെങ്കിലും എനിക്ക് തിരിച്ചു പോകണം, അതിനുള്ള സാഹചര്യം എനിക്ക് ഒരുക്കി തരണം. ഞാൻ തിരിച്ചു പോയാൽ എനിക്ക് ഇത്രയൊക്കെ മതി, എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ളൊരു സാധ്യത, സ്വാതന്ത്ര്യമായിട്ട് ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള സാധ്യത, ഒരു ജോലി, ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറേഞ്ച് ചെയ്താൽ മതി, ഞാൻ തിരിച്ചു പോയിക്കോളാം എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ചു പോരാൻ പറ്റുന്ന ഒരു സാഹചര്യം അവിടെ തന്നെ ഉണ്ടായി. അവരെന്നെ സന്തോഷത്തോടെ തിരിച്ചു വിട്ടു. ഞാൻ തിരിച്ച് ഇവിടെ വരുമ്പോൾ എനിക്ക് വലിയൊരു സന്തോഷമുള്ളതെന്ന് വെച്ചാൽ എന്നെ എല്ലാവരും കൂടി ആഘോഷമായിട്ട് എയർപോർട്ടിൽ കൊണ്ട് അങ്ങോട്ട് ജോലിക്ക് പറഞ്ഞു വിട്ടു. പക്ഷേ തിരിച്ചു വരുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. കഷ്ടിച്ച് ഒരാഴ്ച വീട്ടിൽ വന്ന് നിലനിൽക്കാനായിട്ടുള്ള പൈസ ഒക്കെ എൻ്റെ ഉള്ളൂ. അങ്ങനെ എയർപോർട്ടിൽ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. അവിടെ നിന്ന് ഇങ്ങനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു.
പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ആൾ എന്നെ ജോലിക്ക് വേണ്ടി വിളിച്ചു, ഒരു എസ്റ്റേറ്റിലെ ഒരു ജോലിക്ക് വേണ്ടി എന്നെ വന്ന് വിളിച്ചു. ആ മനുഷ്യൻ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ മീറ്റ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ആ മനുഷ്യനോട് സംസാരിച്ച ഒന്നാമത്തെ കാര്യം ഇതാണ്: നീ ജോലിക്ക് വരുന്നതിന് ഒരു കുഴപ്പമില്ല, പക്ഷേ നീ എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകണം, സുവിശേഷത്തിന് വേണ്ടി നീ ജീവിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ജോലി തരാമെന്ന് എന്നോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി. അന്ന് ഒരു എസ്റ്റേറ്റിലെ ജോലിയാണ്, അവിടുത്തെ മാനേജറായിട്ട് ജോലിക്ക് കയറി. അവിടെ പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം എന്ന് പറഞ്ഞാൽ, രാവിലെ ഞാൻ അവിടെ തന്നെ താമസിക്കും. രാവിലെ ഞാൻ കിടക്കുന്നിടത്ത് വന്ന് എൻ്റെ എസ്റ്റേറ്റിലെ ഓണർ എന്നെ വന്ന് വിളിക്കും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് ജപമാല ചൊല്ലി വിശുദ്ധ കുർബാനയ്ക്ക് പോകും. വിശുദ്ധ കുർബാന കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് ജപമാല ചൊല്ലി തിരിച്ചു വരും. അങ്ങനെ ജപമാലയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് വരെ ഞാൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്. കർത്താവ് ജപമാല ചെല്ലാനായിട്ടും പ്രാർത്ഥിക്കാനായിട്ടും എല്ലാ ദിവസവും, ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടങ്ങാതെ വിശുദ്ധ കുർബാനയ്ക്ക് അന്ന് മുതൽ ഇപ്പം ഏതാണ്ട് ഒരു 10-11 വർഷമായി ഞാൻ തിരിച്ചു വന്നിട്ട്. ഇത്രയും കാലവും വിശുദ്ധ കുർബാന മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകാനായിട്ട് പരിശുദ്ധ അമ്മ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ സംഭവിക്കുന്നതായി ഷൈജുവിന് മനസ്സിലായി. തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുന്ന ആ നല്ല അമ്മയുടെ പ്രഘോഷകനാണ് ഷൈജു ഇന്ന്. ഞാൻ ജോലി ചെയ്തതിൻ്റെ തൊട്ടടുത്തുള്ള ദേവാലയം എന്ന് പറഞ്ഞാൽ കല്ലാർ ദേവാലയമാണ്. അവിടെയാണ് എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ആ ദേവാലയം ചെല്ലുമ്പോൾ കണ്ട കാഴ്ച, അവിടെ റോസാമശിക മാതാവിൻ്റെ മനോഹരമായ രൂപം ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇത് 2 രൂപങ്ങളുണ്ട്, റോസാമശിക മാതാവിൻ്റെ രൂപവും മറ്റ് മാതാവിൻ്റെ നല്ല മനോഹരമായ രൂപമൊക്കെ അവിടെ ഇരിക്കണം. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ഇതിൻ്റെ റോസാമശിക മാതാവിൻ്റെ രൂപം പ്രത്യേകമായിട്ട് വെച്ചിരിക്കുന്നത്, കാരണം ഞാൻ അവിടെ വെച്ചാണ് ആദ്യമായിട്ട് റോസാമശിക മാതാവിൻ്റെ രൂപം കാണുന്നത്. അപ്പോൾ അച്ഛനോട് റോസാമശിക മാതാവിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നിട്ട് ഒരു രക്തക്കണ്ണീർ ജപമാലയുടെ പുസ്തകം എന്നിട്ട് പറഞ്ഞു, നീ ഇതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് വലിയൊരു അനുഭവം, മാതാവുമായിട്ടൊരു ഭയങ്കര സ്നേഹമുള്ളവർ തോന്നി. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഒരു ദിവസം ദേവാലയം ചെല്ലുമ്പം അച്ഛനോട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു, നമ്മുടെ മാതാവിൻ്റെ രൂപത്തിലൂടെ കുറേശ്ശെ തേൻ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഞാനതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിനോട് ഭയങ്കര സ്നേഹമായി. അന്ന് മുതൽ ഞാൻ രക്തക്കണ്ണീർ ജപമാല പ്രാർത്ഥിക്കാനും, അപ്പോൾ അച്ഛനോട് പറഞ്ഞു, നീ പറ്റുന്നത്രയും ആൾക്കാർക്ക് ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെ ഞാനൊരു 1000-ത്തിലധികം പുസ്തകം വാങ്ങിച്ചിട്ട് ആൾക്കാർക്കൊക്കെ ഈ രക്തക്കണ്ണീർ ജപമാല പഠിപ്പിക്കുകയും, പിന്നെ മാതാവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാ മാസവും 1-ാം തീയതി മുതൽ 13-ാം തീയതി വരെ മാതാവിനോട് ചേർന്ന് രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ ജൂലൈ 13-ാം തീയതി 1 തൊട്ട് 13 വരെ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മയൊക്കെ ഞങ്ങൾ രൂപപ്പെട്ടു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം, എനിക്കും മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു കിട്ടിയാൽ കൊള്ളാമെന്നൊരു വലിയൊരു ആഗ്രഹം. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് അച്ഛനോട് ചോദിച്ചു, പറഞ്ഞു, മോനേടാ അത് അങ്ങനെ കിട്ടുന്നതല്ല, അത് പ്രാർത്ഥിച്ച് അവിടുന്ന് അവർ തന്നാൽ മാത്രമേ നിനക്ക് രൂപം കിട്ടത്തുള്ളൂ. അങ്ങനെ എന്നോടിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പോയിട്ട് മാതാവിൻ്റെ ഒരു ചെറിയ രൂപം ഫ്രെയിം ചെയ്ത ഒരു രൂപം വാങ്ങിച്ച് വെച്ച് അതിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാനിങ്ങനെ ഒത്തിരി പ്രാർത്ഥിച്ച് മാതാവുമായിട്ട് ഇങ്ങനെ ഒത്തിരി സ്നേഹത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ എനിക്ക് എന്താണ് ഇങ്ങനെ രൂപം കിട്ടുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, സമയമാകുമ്പോൾ നിനക്ക് തരും. അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ കൂടുതലായിട്ട് ഈ രൂപം കിട്ടാനായിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏതാണ്ടൊരു 4-5 വർഷക്കാലം ഇതിങ്ങനെ പ്രാർത്ഥിച്ചു, തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ച്. അങ്ങനെ കഴിഞ്ഞ വർഷം ജൂലൈ 13 ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്തിന് ഇതുപോലെ റോസാമശിക മാതാവിൻ്റെ ഒരു ബ്രദറാണ്, ഒരു ആനന്ദ് ബ്രദർ എന്ന് പറയുന്ന ബ്രദറിന് റോസാമശിക മാതാവിൻ്റെ രൂപം കിട്ടി. അവൻ ഭയങ്കര സന്തോഷത്തോടെ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എന്നോട് പറഞ്ഞു, നീ വേഗം ഈ രൂപം കൊണ്ട് ഷൈജുവിന് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഈ രൂപമായിട്ട് ആനന്ദ് എനിക്ക് വേണ്ടി രൂപം തന്നു. അങ്ങനെ കഴിഞ്ഞ ജൂലൈ 13-ാം തീയതി എനിക്ക് റോസാമശിക മാതാവിൻ്റെ മനോഹരമായ ഒരു സ്റ്റാച്ചു എനിക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ വെച്ച് ഇങ്ങനെ വീട്ടിൽ പ്രാർത്ഥനാ മുറിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് അത് പ്രാർത്ഥിക്കും വലിയൊരു അനുഭവം. എല്ലാവരും കൂടി മാതാവിൻ്റെ അടുക്കലിരുന്ന്, കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും ഭാര്യയും എല്ലാവരും കൂടി അതിൻ്റെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം മാതാവിനോട് ചേർന്നിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വലിയൊരു സ്നേഹവും സന്തോഷവും ഒരു അഭിഷേകമൊക്കെ വീട്ടിൽ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഞാൻ റോസാമശിക മാതാവിനോട് ശക്തമായിട്ട് ഇങ്ങനെ രക്തക്കണ്ണീർ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ വലിയ പ്രതിസന്ധികൾ മാറിപ്പോന്നിട്ട് എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. വലിയ പ്രലോഭനങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മാറിയിരുന്ന് ഈ റോസാമശിക മാതാവിനോട് പ്രാർത്ഥിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ മാതാവ് ഈ പ്രാർത്ഥന വഴി ഇടപെടാൻ തുടങ്ങിയപ്പം വലിയ പ്രശ്നമുള്ള ആളുകളൊക്കെ എൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഞാൻ അവർക്ക് ഈ പ്രാർത്ഥന കൊടുക്കും. എന്നിട്ട് പറയും, നിങ്ങൾ ഇത്ര ദിവസം പ്രാർത്ഥിക്കുക, ഈ 13 ദിവസം നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. അങ്ങനെ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റാത്ത പല പ്രതിസന്ധികളുമായിട്ട് ആളുകൾ വരുമ്പം അവരോടെല്ലാം ഞാൻ പറയും, ഈ രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു മറുപടിയും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞാൻ ഈ പ്രാർത്ഥന കൊടുത്തിട്ട് പറയും, മാതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും, മാതാവ് ഈശോയോട് പറഞ്ഞോളും, ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചോളാൻ പറയും. അങ്ങനെ ഈ പ്രാർത്ഥന കൊണ്ടുപോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയും, ഞങ്ങൾക്ക് ഇനിയും ഈ പ്രാർത്ഥന തരാമോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രശ്നം മാറി. അവർ ഇങ്ങനെ മാതാവിനെക്കുറിച്ച് പറയുന്നവരും ഈ റോസാമശിക മാതാവിൻ്റെ പ്രാർത്ഥന പ്രചരിപ്പിക്കുന്നവരുമായിട്ട് മാറി. അപ്പോൾ ഞാൻ അതേക്കുറിച്ച് പിന്നീട് പഠിച്ചു കഴിഞ്ഞപ്പം എല്ലാതുള്ള തിന്മകളും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ വിട്ടുമാറുമെന്ന് മാതാവ് വാഗ്ദാനം കൊടുത്തതായിട്ട് ആ പ്രാർത്ഥനയിലുണ്ട്.
അപ്പോൾ ഞാനിത് വെച്ച് ഇങ്ങനെ പ്രലോഭനമുള്ളവർ, അതുപോലെ യുവജനങ്ങളായിട്ടുള്ളവർക്കൊക്കെ ഈ പ്രാർത്ഥന പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ധാരാളം ആൾക്കാർ പ്രാർത്ഥിച്ച് അവർക്കൊക്കെ റോസാമശിക മാതാവിൻ്റെ സ്റ്റാച്യു കിട്ടുകയും അങ്ങനെ ഒത്തിരിയേറെ ആൾക്കാർ മാതാവുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടായ്മകൾ തുടങ്ങി. ഇപ്പോൾ റോസാമശിക മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 3-4 കൂട്ടായ്മ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങാനും 13-ാം തീയതി പ്രാർത്ഥിക്കാനും പല സ്ഥലങ്ങളിൽ ഇപ്പം 13-ാം തീയതി ഞങ്ങൾ കട്ടപ്പനയിലിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മറ്റ് പല സ്ഥലങ്ങളിലും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ മറ്റ് രാജ്യങ്ങളിലേക്ക് ജോലിക്ക് പോയവർ അവിടെ ചെന്ന് റോസാമശിക മാതാവുമായിട്ട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കാനും, എൻ്റെ ഒരു സുഹൃത്ത് ഒമാനിലേക്ക് പോയപ്പം റോസാമശിക മാതാവിൻ്റെ രൂപമായിട്ട് അവിടെ പോയി അവിടെ അതിന് ചുറ്റും അവരെല്ലാ ദിവസവും കാറിൽ ഈ മാതാവുമായിട്ട് പോയി രക്തക്കണ്ണീർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒമാനിൽ വലിയൊരു കൂട്ടായ്മ തന്നെ ഇപ്പോൾ രൂപപ്പെട്ടു. അങ്ങനെ ഈ റോസാമശിക മാതാവിലൂടെ ധാരാളം അനുഗ്രഹങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാതാവ് ഒത്തിരിയേറെ ഞങ്ങളുടെ ജീവിതങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്തവർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് ഈ പ്രാർത്ഥന കൊടുത്തു വിടും. അവർക്കങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടുന്നു. അങ്ങനെ മാതാവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ, അതുപോലെ കൂട്ടായ്മയുള്ള എല്ലാവരും മാതാവിലേക്ക് അടുക്കാനും യുവജനങ്ങൾ അവരിൽ നിന്ന് പ്രലോഭനങ്ങളൊക്കെ മാറി വിശുദ്ധി ജീവിക്കാനായിട്ട് ഈ പ്രാർത്ഥന വഴി അതിശക്തമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒത്തിരിയേറെ ആൾക്കാർ ദൈവവിളി തിരിച്ചറിയാൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ദൈവവിളി ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് വരുമ്പം ഞാൻ അവരോട് നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കും, എന്നിട്ട് ഇവർക്ക് ഈ റോസാമശിക മാതാവിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ച് അതിൻ്റെ സമർപ്പണം കൂടെ പഠിപ്പിച്ചു വിടും. അവരൊരു 1 മാസം 2 മാസം കഴിഞ്ഞ് തീരുമാനമെടുക്കും, ഞങ്ങളുടെ ദൈവവിളി ഇതാണെന്നൊരു സ്വന്തമായിട്ടൊരു തീരുമാനമെടുത്ത് അങ്ങനെ കുറേയേറെ ആൾക്കാർ സെമിനാരിൽ പോയവർ, പിന്നെ മാതാവിനെക്കുറിച്ച് സെമിനാരിൽ ചെന്നും ധാരാളം കാര്യങ്ങൾ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരിയേറെ ബ്രദേഴ്സ് ഈ നാളുകളിലുണ്ട്. ഒരു 10ഓളം ബ്രദേഴ്സ് ഇപ്പം നമ്മുടെ കൂടെ തന്നെ വന്ന് റോസാമശികയോട് പ്രാർത്ഥിച്ച് ഇപ്പോൾ സെമിനാരിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ മാതാവ് ധാരാളം കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. ഒത്തിരിയേറെ ആൾക്കാർ ഈ നാളുകളിൽ മാതാവുമായിട്ട് ആഴമായ ബന്ധത്തിലേക്ക് വരാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ട്. ജപമാല പ്രാർത്ഥന വഴി ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു. ഏത് പ്രതിസന്ധിയിലും താങ്ങായി മാറിയ ജപമാല പ്രാർത്ഥന വഴി കർത്താവ് ഇടപെടുന്ന അനുഭവങ്ങൾ ഷൈജു വർഗീസ് പങ്കുവയ്ക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങി. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ വിവാഹ ജീവിതം തന്നെയാണ്. വീട്ടുകാരിങ്ങനെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഞാൻ മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 10 ദിവസം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടും വേറെ സ്ഥലത്ത് പോയി ഒരു കൂട്ടായ്മ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ വീട്ടുകാർ പറഞ്ഞൊരു കല്യാണം, ഒരു പെണ്ണെ പോയി കാണാൻ പറഞ്ഞു. ഞങ്ങളവിടെ ചെന്ന് പെണ്ണെ കാണുകയും അന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് ഒരു ശക്തമായ പ്രേരണ തന്നു അത് മുന്നോട്ട് പോകാനായിട്ടും. അങ്ങനെ ആ കല്യാണം തന്നെ നടക്കുകയും ചെയ്തു. അതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ശുശ്രൂഷയിലേറെ സപ്പോർട്ട് ചെയ്യുന്ന, ഒത്തിരി പ്രാർത്ഥിക്കുകയും എല്ലാ കാര്യങ്ങളും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജീവിത പങ്കാളി തന്ന കർത്താവിനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുശേഷം ഞാൻ എൻ്റെ വീടിരിക്കുന്നത് ഒരു വഴിയിൽ നിന്ന് ഒത്തിരി അകന്നു മാറി ഒരു ഒറ്റപ്പെട്ടൊരു സ്ഥലത്തായിരുന്നു. കല്യാണമൊക്കെ കഴിച്ച് ആദ്യത്തെ കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആശുപത്രി പോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാകാൻ തുടങ്ങിയപ്പോൾ അവിടെ ഒരു നല്ല വീടായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവെ നിൻ്റെ പദ്ധതി ഒന്ന് നിറവേറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. കുറേ നാളുകൾ കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചിന്ത, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചിന്ത വന്നത്, ഞങ്ങളൊരു വീടിൻ്റെ പ്ലാൻ വരച്ച് വെച്ച് ഞങ്ങൾ കുടുംബാംഗങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. ജപമാലയിൽ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ അന്നേരം സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് കയ്യിലൊന്നുമില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് എന്നോട്, ഞങ്ങളുടെ അടുത്തുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, വഴി സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്, അത് വാങ്ങിച്ച് എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. ഒരു കല്യാണം നടത്താനാണ്, തൽക്കാലം ഒരു 1 ലക്ഷം രൂപ തന്ന് തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു, ബാക്കി കുറേശ്ശെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ആ സ്ഥലം വാങ്ങിപ്പിച്ചു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു വർഷത്തിനുള്ളിൽ ആ സ്ഥലത്തിൻ്റെ മുഴുവൻ പൈസയും പുള്ളി ചില അത്യാവശ്യങ്ങളൊക്കെ പറഞ്ഞ് എന്നോടിങ്ങനെ വാങ്ങിച്ചു. അപ്പം ആ സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഏതാണ്ട് ഒരു 6 ലക്ഷം രൂപ കടം വന്നു. അപ്പം ഞാനിങ്ങനെ അത് എങ്ങനെ വീട്ടിൽ നിന്ന് അറിയാൻ മേലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വീണ്ടും ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പിലൊരു ഡോക്ടർ എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, പരിശുദ്ധയമ്മ നീ നല്ലൊരു വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നീ ശക്തമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ ഈ വീടിൻ്റെ പ്ലാൻ വെച്ച് ഇങ്ങനെ കുറേ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ആ ഗ്രൂപ്പിലുള്ള ഒരാൾ എന്നോട് ശക്തമായിട്ട് പറഞ്ഞു, നീ വീട് പണി തുടങ്ങണം. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നമുക്ക് വീട് പണി തുടങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുറേ പൈസ കടമുണ്ട്. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവർ ശക്തമായിട്ട് എന്നോട് പറഞ്ഞു, അങ്ങനെയല്ല, പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് നിൻ്റെ പ്രാർത്ഥന മാതാവ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് നീ വീട് പണി തുടങ്ങണം. അങ്ങനെ അവരും എന്നെ നിർബന്ധിച്ച് എന്നെക്കൊണ്ട് വീട് പണി തുടങ്ങിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വീട് പണി തുടങ്ങി. അത് തറ കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഇത് എന്ത് ചെയ്യും. അപ്പം എന്നെ അറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറഞ്ഞു, നല്ലതായിട്ട് ജപമാലയിൽ പ്രാർത്ഥിക്കണം. ആ തറയ്ക്ക് ചുറ്റും ഞങ്ങൾ വീട്ടുകാരെല്ലാവരും കൂടി ജപമാലയിൽ പ്രാർത്ഥിക്കാനും ഇങ്ങനെ ആവർത്തിച്ച് ജപമാലയിൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി.
ഏതാണ്ട് ഒരു 3-3.5-4 മാസം കൊണ്ട് വീടിൻ്റെ പണി മുഴുവനും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു പ്രാർത്ഥനാ മുറിയും ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിൽ കർത്താവ് ഉയർത്തി. സാമ്പത്തികമില്ല വന്നപ്പോഴൊക്കെ അതിന് ചുറ്റും നടന്ന് ജപമാല ചെല്ലുകയും വചനത്തെ വിശ്വസിക്കുകയും മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും മാതാവിനെ ആ സ്ഥലത്തെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കാനെല്ലാം തുടങ്ങിയതോടെ മാതാവ് ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്യുന്നുണ്ട്. എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ആ പ്രദേശത്തുള്ളവർക്ക് തന്നെ ഒരു വലിയൊരു അത്ഭുതമായിട്ട് മാറി. വീട് പണി കഴിഞ്ഞപ്പോഴും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്ന ആ സ്ഥലം വാങ്ങിച്ചതിൻ്റെ കടം പോലും വീട്ടാതെ അങ്ങനെ വീട് പണിയും കൂടെ പൂർത്തിയായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധമ്മ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് കുറച്ച് പൈസ ഇങ്ങനെ കടമായിട്ട് വാങ്ങിച്ചു തിരിച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ആദ്യം എനിക്ക് ഒരു സംഘത്തിൽ നിന്ന് അവർ 2 രൂപ പലിശയ്ക്ക് കുറേ പൈസ എല്ലാം തന്ന് എന്നെ സഹായിച്ചായിരുന്നു. അപ്പോൾ അവർ കുറേ ദിവസം കഴിഞ്ഞ് അവർ പ്ലാൻ ചെയ്തു ഈ പലിശ 1 രൂപ ആക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 2-3 മാസം ഈ പലിശ കൊടുത്തു കഴിഞ്ഞപ്പം ആ സംഘക്കാർ പെട്ടെന്നൊരു തീരുമാനമെടുത്തു, ഇനി നമുക്ക് പലിശ ഇല്ലാതെ ഈ പൈസ എനിക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ പലിശയില്ലാതെ അവർ ആ പൈസ കുറേ നാൾ എന്നെ തന്നെ സഹായിക്കുകയും ഏറ്റവും അവസാനം ഞാൻ ആ സംഘത്തിലെ മെമ്പറായിരുന്നു. പക്ഷേ ഞാൻ ആ സ്ഥലത്തില്ലെങ്കിൽ പോലും അവർ തന്നെ ചില ബിസിനസ്സുകളൊക്കെ നടത്തി. ഏതാണ്ട് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് അവരെന്നോട് പറഞ്ഞു, നിൻ്റെ കടമെല്ലാം തീർന്നിട്ടുണ്ട്, സംഘത്തിൽ കൊടുക്കാണ്ടായിരുന്ന ഒരു 6 ലക്ഷം രൂപയോളം കടം അത് പല ബിസിനസ്സും ഒക്കെ നടത്തി അവർ തന്നെ ആ പൈസ വീട്ടിൽ നിന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയൊരു ഇടപെടലായിട്ട് അതിനകത്തുള്ളത്. ഈശോ അങ്ങനെ ആ ഒരു മേഖല എന്നെ ശക്തമായിട്ട് അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ രണ്ടാമത്തെ കുഞ്ഞ് പിറന്ന സമയമായപ്പോഴത്തേക്ക് എനിക്ക് വരുമാനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു. അപ്പം എനിക്ക് അതിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്ഥലം കൂടെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വീണ്ടും ഇങ്ങനെ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ സ്ഥലത്തിന് ചുറ്റും നടന്നു ഒക്കെ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കൃഷിയെ കർത്താവ് മനോഹരമായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. അവിടെ ഉള്ള എനിക്കുള്ള ഏലത്തെ മുഴുവനും കർത്താവ് അതിശക്തമായിട്ട് അനുഗ്രഹിച്ചു. നല്ല വിളവ് ഇതിലൂടെ നൽകാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിങ്ങനെ ജപമാലയിലും അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലും മരുന്നടിക്കുമ്പോൾ വെച്ച് ആനാമ്പെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ മരുന്നടിക്കാനും ഒക്കെ തുടങ്ങി. അതെല്ലാം വലിയൊരു അനുഗ്രഹമായിട്ട് മാറി. അങ്ങനെ ആ കടബാധ്യത എല്ലാം കർത്താവ് എടുത്തു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു കടവില്ലാത്ത ഒരു മനുഷ്യനായിട്ട് ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, ജപമാലയിൽ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. ഏത് പ്രതിസന്ധി വരുമ്പോഴും ജപമാല എടുത്ത് പ്രാർത്ഥിക്കും. എനിക്കറിയാം എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് മാതാവുന്ന വചനവും അതുതന്നെയാണ്, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വ്യക്തിജീവിതത്തിൽ ഇടപെടുന്ന ധാരാളം അനുഭവങ്ങളിലൂടെ ഈ നാളുകൾ ഞാൻ കടന്നു പോവുകയാണ്. എൻ്റെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചു. ഇത് കഴിഞ്ഞ് എനിക്ക് ഒരു കുഞ്ഞിനെ കൂടി കർത്താവ് നൽകി അനുഗ്രഹിച്ചു. ഒരു വലിയൊരു അനുഗ്രഹമാണ് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എൻ്റെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന ധാരാളമായ അനുഗ്രഹങ്ങൾ. അതിനെല്ലാം ഞാൻ പരിശുദ്ധയമ്മയോട് നന്ദി പറഞ്ഞ് ജീവിക്കണമെന്ന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനെ തന്നെയാണ്. പരിശുദ്ധയമ്മയോട് നന്ദി പറഞ്ഞ് ജീവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുവിശേഷ പ്രഘോഷണം ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പരിശുദ്ധ അമ്മ വഴി ഈ ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. തനിക്ക് സഹായമായി മാറിയ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ് ഷൈജു ഇന്ന്. ഞാൻ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം എനിക്ക് പരിശുദ്ധമ്മയെക്കുറിച്ച് പറയണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായി. അത് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ ട്രെയിനിങ്ങിന് വേണ്ടി പോയി. ഒരു 10 ദിവസത്തെ വചനപ്രഘോഷണത്തിലുള്ള ട്രെയിനിങ്. അതിനകത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ ഞാൻ തന്നെയായിരുന്നു. അങ്ങനെ ആ ട്രെയിനിങ്ങിൻ്റെ 9ാമത്തെ ദിവസം എന്നോട് പറഞ്ഞു ഒരു സ്വപ്നം കാണണം. അങ്ങനെ എല്ലാവരും അവരവരുടേതായ സ്വപ്നങ്ങൾ പറഞ്ഞു. അപ്പോൾ കൂടെയുള്ള വചനപ്രഘോഷകരായിട്ടുള്ള ആളുകളൊക്കെ വന്ന് അവരുടെ വലിയ സ്വപ്നങ്ങൾ, ലോകത്തിൻ്റെ അതിർത്തി വരെ സുവിശേഷം പ്രസംഗിക്കുന്നതിനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ഞാനോർത്ത്, ദൈവമേ ഞാൻ എന്ത് പറയും? അപ്പോൾ ഞാൻ ഇങ്ങനെ ജപമാലയിലേക്കൊണ്ട് സൈഡിൽ മാറിയിരിക്കണം. അപ്പം ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്ന തോമസ് കുര്യൻ ബ്രദർ എന്നോട് പറഞ്ഞു, നിൻ്റെ സ്വപ്നം എന്താണെന്ന് നീ എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയി ആൾക്കാരുടെ മുമ്പിൽ പോയി പറഞ്ഞാൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ചെന്ന് എൻ്റെ സ്വപ്നം പറഞ്ഞു, എനിക്കൊരു 50 പേരോട് ഈശോയെക്കുറിച്ച് പറയണം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു 50 പേരോട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, നീ 50 എന്ന് പറയരുത്, ഏറ്റവും കുറഞ്ഞത് ഇവിടെ ഒരു 5000 പേരോട് പറയുന്നതാണ് ഇവിടുത്തെ സ്റ്റാർട്ടിങ്. അതുകൊണ്ട് ഒട്ടും കുറച്ച് പറയരുത്. നീ വലിയ സ്വപ്നങ്ങൾ കാണണം. എന്നിട്ട് നിനക്കത് പറ്റത്തില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ പോയിരുന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കണം. അപ്പം പരിശുദ്ധ അമ്മ നിന്നെ സഹായിച്ചോളൂ. അമ്മ നിനക്ക് അത് ആവശ്യം. നീ സ്വപ്നം മാത്രം, നിൻ്റെ റോള് നീ സ്വപ്നം കാണുക, നീ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഞാനത് വിശ്വസിച്ച് അങ്ങനെ ആൾക്കാരുടെ മുമ്പിലേക്ക് ചെന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒരു 5000 പേരോട് പറയാനായിട്ടുള്ള വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. ഉടനെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ഓടി വന്നു. അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. അവരെല്ലാവരും കൂടി എൻ്റെ അടുക്ക് വന്ന് എൻ്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാനായിട്ടുള്ള വലിയ കൃപ നിനക്ക് തരട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാനത് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ചില കൺവെൻഷനുകളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ട് തിരിച്ചിറങ്ങി വരുമ്പോഴാണ് അന്ന് കണ്ട ആ സ്വപ്നം എൻ്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായെന്ന് എനിക്ക് മനസ്സിലാകുന്നു. ഇന്നും ഞാൻ അന്ന് കണ്ട പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുഞ്ഞു കുഞ്ഞു കൂട്ടായ്മ ഉണ്ടാകണം, പരിശുദ്ധ അമ്മയെക്കുറിച്ച് മാത്രമുള്ള ധ്യാനങ്ങൾ ഉണ്ടാവണം,
അമ്മയെക്കുറിച്ചുള്ള വലിയ ദൈവിക രഹസ്യങ്ങൾ ജനത്തിന് വെളിപ്പെടുത്തണം. ഇങ്ങനെയുള്ള വലിയ സ്വപ്നങ്ങളൊക്കെ ഞാൻ അന്ന് കണ്ട സ്വപ്നങ്ങളൊക്കെ കുറേശ്ശെയായി എൻ്റെ മുന്നിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഈ വലിയ ഒരു തിരിച്ചറിവാണ്. പരിശുദ്ധമ്മയോട് എന്നാ ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്ര വലിയ സുവിശേഷ പ്രഘോഷണങ്ങൾക്കാണെന്ന് പറഞ്ഞാലും അത് സ്വപ്നം കണ്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അതെല്ലാം സംഭവിക്കുമെന്നുള്ള കാര്യത്തിൽ ഇതിലൂടെ എനിക്ക് പരിശുദ്ധമ്മ ഒരു വലിയൊരു ഉറപ്പ് തന്നിരിക്കുകയാണ്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നപ്പം എനിക്ക് തോന്നി ഞാൻ അനുഭവിച്ച പരിശുദ്ധമ്മയെക്കുറിച്ച് എനിക്ക് എല്ലാവരോടും പറയണം. അങ്ങനെ ചെറിയ കൂട്ടായ്മകൾ തുടങ്ങി, കൂട്ടായ്മയിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ പല ആളുകൾ എന്നെ വിളിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത പല ആളുകൾ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. പ്രതീക്ഷിക്കാത്ത പല കൂട്ടായ്മകളിൽ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ തുടങ്ങി. എനിക്ക് തോന്നിയത് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഇടപെടലായിട്ട് എനിക്ക് തോന്നി. ധ്യാനങ്ങളിൽ സഹായിക്കാനായിട്ട്, അതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങി. പതിയെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ചിന്ത തരാനും അങ്ങനെ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പിന്നെ എനിക്ക് വലിയൊരു ആഗ്രഹമായി എവിടെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയാനായിട്ടൊരു അവസരം കിട്ടിയാലും അവിടെ എല്ലാം അമ്മയെക്കുറിച്ച് പറയണം. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ വരുന്ന ആളുകളോടെല്ലാം എനിക്ക് പറയാനുള്ള എല്ലാം മാതാവിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ അവരെല്ലാം ജപമാലയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു വലിയ തീക്ഷ്ണത എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ആ തീക്ഷ്ണത എനിക്ക് വലിയ ഒരു ആഗ്രഹം ഉണ്ടായി, പരിശുദ്ധ അമ്മയെക്കുറിച്ച് എല്ലാ സ്ഥലത്തും പറയണം. അങ്ങനെ ഞാൻ കേരളത്തിൽ എനിക്കറിയാവുന്ന മാതാവിൻ്റെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൂടിയൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് പോകും. അവിടെ പോയിട്ട് മാതാവിൻ്റെ രൂപത്തെ നോക്കിയിരുന്ന് ജപമാല ചൊല്ലിയിട്ട് ഞാൻ പറയാം, അമ്മേ എനിക്ക് ഇവിടുത്തെ ആളുകളോട് ജപമാലയെക്കുറിച്ചും മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് എനിക്കൊരു അവസരം തരണം. അങ്ങനെ ഞാൻ കുടവച്ചൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മാതാവിൻ്റെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി അവിടെ നിന്ന് ഇങ്ങനെ രാവിലെ തൊട്ട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇവിടുത്തെ ആളുകളോട് മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് അവസരം തരണമെന്ന് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് അവിടുത്തെ ഒരു മരിയൻ കൺവെൻഷന് വേണ്ടിയിട്ട് ഒരു ബഹുമാനപ്പെട്ട മാത്യു ഓലിക്കലച്ചൻ്റെ കൂടെ എന്നെ കൂടെ ഇങ്ങനെ വിളിച്ചു. അങ്ങനെ അവിടുത്തെ വലിയ കൺവെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞ് കുടവച്ചൂരിലെ കൺവെൻഷന് ശേഷം ഞങ്ങൾ മറ്റ് പല സ്ഥലങ്ങളിലും ഇങ്ങനെ മാതാവിനെക്കുറിച്ച് പറയാനായിട്ട് ധാരാളം അവസരം പരിശുദ്ധമായി ഇങ്ങനെ തരാൻ തുടങ്ങി. മാതാവിൻ്റെ ഏത് തീർത്ഥാടന കേന്ദ്രത്തിലുണ്ടെങ്കിലും അവിടെ എല്ലാം പോയിരുന്ന് മാതാവിനെക്കുറിച്ച് പറയണമെന്നുള്ള ആഗ്രഹത്തോടെ മാതാവിൻ്റെ ഇന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കും. ഈ നാളുകൾ വരെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാതാവ് ശക്തമായിട്ട് തന്നെ നയിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട്, യുവജനങ്ങൾക്ക് വേണ്ടി ഒരു മാതാവോട് ചേർന്ന് വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കണം. അങ്ങനെ ആ നിയോഗം വെച്ച് ഞങ്ങളെല്ലാവരും ഒരു കാട്ടിൽ പോയിരുന്ന് ഇങ്ങനെ കുറേ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അതൊരു വലിയ കൂട്ടായ്മയായിട്ട് മാതാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വലിയൊരു ജേവൈ മെസ്സഞ്ചർ എന്ന് പറയുന്ന ഒരു നല്ല കൂട്ടായ്മയായിട്ട് ജപമാലയിൽ നിന്നൊരു കൂട്ടായ്മയായിട്ട് അത് രൂപപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാഞ്ഞിരപ്പള്ളി രൂപതയുടെ കരിസ്മാറ്റിക് ഡയറക്ടർ എന്നോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട മാത്യു ഓലിക്കലച്ചൻ എന്നോട് പറഞ്ഞു, നമുക്ക് ഫാത്തിമ വർഷത്തിനോടനുബന്ധിച്ച് ഒരു മരിയൻ ധ്യാനം ആരംഭിക്കണം. അങ്ങനെ ഇപ്പം ഞാൻ എല്ലാ മാസവും ഉള്ള ഒരു 48 മണിക്കൂർ മാത്രമുള്ള അച്ഛനോട് ചേർന്ന് നിന്ന് രൂപതയുടെ ധ്യാന സെൻറ്ററിൽ വെച്ചിട്ട് ഒരു മരിയൻ ധ്യാനം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വലിയൊരു അനുഭവം. ജപമാല പ്രദക്ഷിണത്തിലൂടെയൊക്കെ മാതാവ് അനേകരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അനേകം ആളുകൾക്ക് പരിശുദ്ധമയെ കാണാനും പരിശുദ്ധമയുടെ സ്നേഹം അനുഭവിക്കാനൊക്കെ ഈ നാളുകളിൽ മാതാവ് ഇടവരുത്തുന്നുണ്ട്. ഒറ്റ ആഗ്രഹമുള്ളൂ, എല്ലാവരും ഒന്നിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ ആരാധിക്കാനായിട്ടുള്ള വലിയൊരു ആഗ്രഹവും സ്വപ്നവും. അങ്ങനെ ധാരാളം കൂട്ടായ്മകളിലൂടെ പരിശുദ്ധാത്മാവ് ഈ നാളുകൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധമ്മയോട് ചേർന്ന് ധാരാളം യുവജനങ്ങളെ വളർത്തണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടു കൂടി കുറേ യുവജനങ്ങൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റ് ധ്യാനങ്ങളിൽ പരിശുദ്ധമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇതാണ്, പരിശുദ്ധമ്മയെക്കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധമ്മയുടെ ഒരു സാന്നിധ്യം ആൾക്കാർക്ക് കിട്ടുകയും അത് ഞങ്ങൾക്ക് തന്നെ ഒരു വലിയൊരു അനുഭവവും ആൾക്കാർക്ക് വലിയ സ്നേഹവും. അതുപോലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന അല്ലെങ്കിൽ കൗൺസിലിംഗ് ശുശ്രൂഷയ്ക്ക് വേണ്ടിയൊക്കെ വരുന്നവരോടൊക്കെ പരിശുദ്ധമ്മയെക്കുറിച്ച് പറഞ്ഞ് ഒരു 1000 ജപമാലയല്ലേ അല്ലെങ്കിൽ ഒരു 500 ജപമാലയെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർ അത് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തന്നെ പരിശുദ്ധമ്മയുടെ വ്യക്തിജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് ധാരാളം അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ വേദനിച്ച് വരുന്ന ആൾക്കാരുടെ അടുക്കൽ അവരുടെ അടുക്ക തന്നെ നിന്ന് ഒരു മുഴുവൻ കൊന്തയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ വലിയ സൗഖ്യവും വിടുതലുമൊക്കെ പരിശുദ്ധമ്മ നൽകുന്നുണ്ട്. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം, തിന്മയുടെ മേഖലയൊക്കെ ബാധിച്ചു വരുന്നവരുടെ അടുക്കൽ നിന്ന് മറ്റൊന്നും പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മയോട് ചേർന്ന് നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധമ്മ തന്നെ അവരെ ഇങ്ങനെ അത്ഭുതകരമായിട്ട് വിടുവിപ്പിക്കുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെ അമ്മ ഇങ്ങനെ നടത്തുന്നുണ്ട്. ഞങ്ങളിങ്ങനെ പരിശുദ്ധമ്മയോട് ചേർന്ന് ഇപ്പോൾ എല്ലാ മാസവും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയും മാതാവ് ഇങ്ങനെ അത്ഭുതകരമായിട്ട് നയിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധമ്മയോട് കൂടി ചേർന്ന് ജീവിച്ച് സഭയോട് ചേർന്ന് പരിശുദ്ധമ്മയെക്കുറിച്ച് ലോകത്തിൻ്റെ അതിർത്തി വരെ പരിശുദ്ധമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എത്തിക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹമാണ് ഈ നാളുകളിൽ പരിശുദ്ധ അമ്മ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്.